എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുന്നൂർ, പൂനെ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചെറുപ്പകാലത്ത് നമ്മളിലുള്ള പല കഴിവുകളും കണ്ടെത്തി നമ്മയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരെയും മാതാപിതാക്കളെയും. ഒരു കാലത്ത് സ്പോർട്സിലേക്ക് ഒരുപാട് പ്രാവീണ്യം നേടിയുള്ള കുട്ടികളൊക്കെ ആരും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അവരോടൊക്കെ പഠിപ്പ് എന്ന് മാത്രം പറഞ്ഞ് അവരുടെ പിന്നിൽ കൂടിയിരുന്ന, അവരെ സ്വൈര്യം കെടുത്തിയിരുന്ന മാതാപിതാക്കളാണ് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. ഇന്ന് കാലഘട്ടം മാറി. അവരിലുള്ള പല വാസനകളും, കലാവാസനകളും അതുപോലെ കായിക വാസനകളൊക്കെ, കായികമായിട്ടുള്ള കഴിവുകളൊക്കെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പുത്തൻ തലമുറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങളുടെ അടുത്ത ആളുകളായിരിക്കും, കാരണം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന അധ്യാപകരോ. പക്ഷെ ഇപ്പം ആ സ്ഥിതിയൊക്കെ മാറി. ഇപ്പം മത്സരത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പം നമുക്കൊരു നല്ല ജോലി നേടാൻ, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ധനം സമ്പാദിക്കാൻ ഏതാണ് മാർഗം, അതനുസരിച്ചാണ് എല്ലാവരും പ്രോത്സാഹനം നൽകുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഒരുപാട് പഠിച്ച് MBA എല്ലാം കഴിഞ്ഞ്, അതിലും കൂടുതൽ ഒരുപാട് പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഒരു ജോലി ഒരു സ്ഥാപനത്തിൽ, സർക്കാരിൻ്റെ ആയാലും അല്ലെങ്കിൽ പ്രൈവറ്റ് ആയാലും, അവിടെ ജോലി നേടി അതിലൂടെ വലിയ ശമ്പളം വാങ്ങുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട്. അതേ സമയത്ത് തന്നെ ക്രിക്കറ്റ് തുടങ്ങിയ കളിക്കുമ്പം ഇപ്പോൾ എല്ലാവരും പറയും ഫുട്ബോളൊന്നും കളിച്ചിട്ട് കാര്യമില്ല, അത് കളിക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കളിച്ചോളൂ. അവിടെയും പൊളിറ്റിക്സ് ഉണ്ട്, ഇല്ലയെന്നല്ല. എങ്കിലും ക്രിക്കറ്റ് കളിച്ച് നമ്മൾ നല്ല കഴിവുള്ള ആളാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഒരുപാട് കാശ് നേടാൻ പറ്റും. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും കരുതി നമ്മളെ സ്റ്റേറ്റ് ടീമിൽ അല്ലെങ്കിൽ നാഷണൽ ടീമിലൊക്കെ ഒരു സ്ഥലം കണ്ടെത്തുക, കളിക്കുക എന്നാണ്. ഇപ്പോൾ IPL പോലുള്ള 2020 മത്സരങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എവിടെയും തിരഞ്ഞെടുക്കപ്പെടാത്ത ആൾ പോലും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞാൽ, പൊളിറ്റിക്സിൻ്റെ പേരിൽ തഴയപ്പെട്ടവന് പോലും കഴിവുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥാനത്തേക്ക് വരാൻ സാധിക്കും. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ നല്ല കാര്യങ്ങൾ പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ മോശമായ വശങ്ങൾ പറയാൻ നാട്ടുകാർ മുഴുവൻ കാണും, ബന്ധുക്കൾ കാണും, നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളും കാണും. അപ്പം നമ്മളെപ്പോഴും നമ്മെ പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ, നമ്മെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുകളിലോട്ട് വരാൻ പറ്റില്ല. എൻ്റെ അറിവ് നല്ല പാടുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് സ്റ്റേജിൽ പാടാതിരുന്നത്? ആരും പറഞ്ഞില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരെങ്കിലും പറയും, നിന്നെ പ്രോത്സാഹിപ്പിക്കും എന്ന് കരുതിയിട്ടാണോ നീ അവിടെ വെയിറ്റ് ചെയ്യുന്നത്? എങ്കിൽ മോനെ, നിനക്ക് തെറ്റി. നിനക്ക് കഴിവുണ്ടെങ്കിൽ ഒരവസരവും വിടാതെ ആ അവസരം ഉചിതമായി നീ അത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നിനക്ക് മുന്നോട്ട് വരാൻ പറ്റും. ആ നിൽക്കുന്ന കാണികൾ ഇങ്ങനെ ഒരു സദസ്സ് കിട്ടാൻ പ്രയാസമാണ്. പാടാൻ അവിടെ അവസരമുണ്ട്, പക്ഷെ ആരും നമ്മോട് വന്ന് പാടാൻ പറയില്ല. പക്ഷെ നമ്മളവിടെ കയറി വേണമെങ്കിൽ പറ്റിയെങ്കിൽ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ഒരു പാട്ട് പാടിയാൽ കഴിവുള്ള ഒരാളാണെങ്കിൽ അവൻ അറിയപ്പെടും, മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ പല സദസ്സുകൾ അവന് കിട്ടും. അങ്ങനെ അവന് വേണമെങ്കിൽ അതൊരു പ്രൊഫഷണലായി മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ പാടുമ്പോൾ ഒരു മാനസിക സുഖം കിട്ടുന്നില്ലേ, അങ്ങനെയെങ്കിലും സാധിക്കും. അല്ലാതെ നമ്മളത് ചെയ്യാതെ ആരെങ്കിലും വന്ന് നമ്മളെ ബൂസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മെ പ്രോത്സാഹിപ്പിക്കും, പറഞ്ഞ് മനസ്സിലാക്കി പാടാൻ ശ്രമിക്കും, അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട. കാരണം ആർക്കും അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ ഒരാളിങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ വരും. വല്ലാതെ അഭിനന്ദിക്കുകയും വല്ലാതെ നമ്മൾ പറയില്ല, അങ്ങനെ പറഞ്ഞ് മരത്ത് കയറ്റാം. അങ്ങനെയൊക്കെ കയറ്റുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നമ്മളെ കൊണ്ട് എന്തോ ഒരു
ഉപകാരമുണ്ടെന്ന്. അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെയൊരു സാഹസത്തിന് മുതിരാറില്ല. കാരണം അവസരങ്ങൾ കുറവാണ് ഒന്നാമത്. രണ്ടാമത് ഇവിടെ എല്ലാം മത്സരമാണ്. ഈ മത്സരം എന്ന് പറയുമ്പോൾ ഈ മത്സരത്തിൻ്റെ ഇടയ്ക്ക് കഴിവുള്ളവൻ മുന്നിൽ വരണം നിർബന്ധമൊന്നുമില്ല. ഈ മത്സരത്തിൽ ഒരുപാട് കഴിവുള്ള ആളുകൾ തഴയപ്പെടാം. അവർക്കൊക്കെ അവസരം കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ രാഷ്ട്രീയം അല്ലെങ്കിൽ മതപരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ ആനുകൂല്യം കൂടുതൽ കിട്ടുന്ന ഒരു കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിവുള്ളവൻ ഒരുപക്ഷെ തള്ളപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് ഇടിച്ചു കയറണം എന്നാണ് ഞാൻ പറയുന്നത്. ഇടിച്ചു കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ, നിങ്ങൾക്ക് മുൻനിരയിലെത്താൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആ അവസ്ഥയിൽ തന്നെ, ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ ജീവിതം മുഴുവൻ നിൽക്കേണ്ടി വരും, എന്നും പിന്തള്ളപ്പെടും. അല്ലെങ്കിൽ ഒരു അവസരം കിട്ടുമ്പോൾ അപ്പോൾ കയറിയിട്ട് നമ്മുടെ കഴിവ് അവിടെ തെളിയിക്കാനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് അതുപോലെ അവസരം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരുപാട് നെഗറ്റിവിറ്റി കാണാൻ പറ്റും. മോശമായിട്ട് പറയും, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ തളർത്താൻ ശ്രമിക്കും. അത് നമ്മൾ തിരിച്ചറിയുകയും അതിനെതിരായിട്ട് അതിശക്തിയായിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഞാൻ തന്നെ വളരെ കാലത്തിന് ശേഷമാണ് എനിക്ക് ഒരു പബ്ലിക് മീറ്റിങ്ങിൽ സംസാരിക്കാൻ പ്രയാസമില്ല, എനിക്ക് സാധിക്കും എന്ന് മനസ്സിലായത്. അപ്പം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും അതൊരു മലയാളത്തിലായാലും ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും നമുക്കൊരു കണ്ടിന്യൂ സംസാരിക്കാൻ അല്ലെങ്കിൽ ഫ്ലുവൻ്റ് സംസാരിക്കാനുള്ളൊരു ആർജവം നമുക്കുണ്ടാവണം, ഒരു കഴിവ്, അറിവുണ്ടാവണം. അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പം നമ്മളെ പോസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. അപ്പം നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പറയാൻ പോകുമ്പം ആ വിഷയത്തെക്കുറിച്ചുള്ള പരിപൂർണ ജ്ഞാനം നമ്മൾ നേടണം, പരിപൂർണമായ അറിവ് സ്വന്തമാക്കാൻ ശ്രമിക്കണം. പിന്നെ ഏത് ഭാഷയിലാണോ പറയുന്നത് ആ ഭാഷയിലുള്ള ജ്ഞാനം, ആ ഭാഷയിൽ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനുള്ളൊരു കഴിവ് നമ്മൾ നേടിയിരിക്കണം. പിന്നെ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ, സംസാരിക്കാനുള്ള ഭാഷയിലുള്ള നിങ്ങളുടെ പ്രാവീണ്യം, അതുപോലെ സംസാരിക്കുന്ന വിഷയത്തിലുള്ള നിങ്ങളുടെ അറിവ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ആ പറയുന്ന വിഷയത്തിലായിരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ. അതിലും ഒഴുകിയിട്ട് ഏറ്റവും നല്ല ഭാഷയിൽ, നല്ല ശബ്ദത്തിൽ പബ്ലിക്കിനോട് സംസാരിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. ഒരുപക്ഷെ നമ്മൾ വിഷയം മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് എങ്ങനെ അവതരിപ്പിക്കുന്ന അറിയില്ലെങ്കിൽ, തീർച്ചയായും നിങ്ങളെ ഈ ഒരു കാര്യം ബാധിക്കും. അപ്പോഴാണ് ഈ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. സഭാകമ്പം വരാൻ കാരണം നമ്മളിലുള്ള ആത്മവിശ്വാസക്കുറവാണ്. അപ്പം നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും, പൂർണ്ണ മനസ്സോടെ മുന്നോട്ട് പോവുക, ആത്മവിശ്വാസത്തോടെ പോവുക, നിങ്ങൾക്കത് വിജയിക്കാൻ സാധിക്കും. നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ, ഞാനന്ന് ഒരിക്കൽ പറഞ്ഞ പോലെ, നിങ്ങളുടെ ശത്രു നിങ്ങൾ മാത്രമാണ്, ബാക്കിയെല്ലാം മിത്രങ്ങളാണ്. അപ്പം നിങ്ങളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, ഏറ്റവും ഒന്നാം നമ്പറിലേക്ക് എത്താൻ ശ്രമിക്കുക. എല്ലാ ആശംസകളും. നമുക്കിനി ഒരു വിഷയമായി അടുത്ത പ്രാവശ്യം കാണാം. സൈനിങ് ഓഫ്, സുരേഷ് പുനൂർ, പുനെ.